ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുണീക്ക് ഫെദർ. നിങ്ങൾ ഈ കാണുന്ന കൊടുങ്കാട്ടിലോട്ടൊന്ന് വരാനായിട്ട്, അതായത് ഇവിടുത്തെ പാർക്കാണിത്. അതായത് മെയിൻ സിറ്റി, അതായത് നമ്മുടെ നാഷണൽ ഹൈവേ പോകുന്നതിൻ്റെ നടുക്കൊക്കെ ആയിട്ടാണ് ഇങ്ങനത്തെ പാർക്കുകൾ ഒരുപാട് ഇവിടെ വരുന്നുണ്ട്. അതായത് അത്യാവശ്യം നല്ല രീതിയിൽ അവർ റിസർവ് ചെയ്ത് അവർ ഈ പറഞ്ഞ കണക്ക് പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെടികളും അതുപോലെ തന്നെ മരങ്ങളും എല്ലാം അവരിവിടെ റിസർവ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചെല്ലുമ്പോഴത്തേക്ക് തന്നെ എഡ്യൂക്കേഷണൽ പാർക്കാണ് വരുന്നത്. അപ്പം അത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഫുള്ള് ലേ ഔട്ടും കാര്യങ്ങളും ഈ കാണുന്നത്. ഈ ഒരു മാപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ 4 ചുറ്റും നമ്മുടെ മെയിൻ ഹൈവേ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ബെഞ്ചുകളും കാര്യങ്ങളും ഇതിനകത്ത് എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്നുള്ള ഫുൾ മാപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് എന്തായാലും അതെല്ലാം ഒന്ന് നോക്കി, നമുക്കൊന്നും മനസ്സിലായില്ല, എന്നാലും ഇതൊന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അപ്പോൾ ഓട്ടം സീസണിന് മുമ്പാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഇലകളും കാര്യങ്ങളും എല്ലാം ഗ്രീനായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പിന്നെ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലാണെങ്കിൽ തെരുവ് പട്ടികളൊന്നും ഇവിടെ ഇല്ല. എല്ലാം ഇതുപോലെ വളർത്തുന്നത് മാത്രമായിരിക്കും. അങ്ങനെയുള്ളതിനെ മാത്രമേ നമുക്കിവിടെ കാണാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ഒരു ഫോറസ്റ്റ് ഏരിയ എന്ന് തന്നെ പറയാം, നല്ല രീതിയിലുള്ള കാഴ്ചകളും കാര്യങ്ങളും എല്ലാം കണ്ട് ഞങ്ങൾ വർക്കിംഗ് ഡേയിലായിരുന്നു ഇങ്ങോട്ട് ഇറങ്ങിയത്. വീക്കെൻഡുകളിൽ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ടൈമാണ്. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശനിയും ഞായറും ഹോളിഡേ ആയതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരങ്ങളിലാണ് ആളുകൾ കൂടുതലും പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നത്. ആ ഒരു ടൈമിൽ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ഇതുപോലെ ഒരുപാട് പാർക്കുകൾ നമ്മുടെ ഈ ഒരു സറൗണ്ടിങ്ങിലായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പം വിൻ്ററാണ് വരുന്നത്. അപ്പം വിൻ്ററൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ലുക്ക് തന്നെ മാറും. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് വരും വീഡിയോസിൽ അറിയിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ സൈനിങ് ഓഫ് യുണീക്ക് ഫെദർ.